കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ആഗോള സാമ്പത്തിക വിദഗ്ധർ അസാധ്യമെന്ന് കരുതിയ ഒരു വാണിജ്യ സമവായം 2026 ജാനുവരിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ചൈനയിൽ നിന്നുള്ള യൂറോപ്യൻ വിതരണ ശൃംഖലകളുടെ പിന്മാറ്റവും ബദൽ വിപണികൾക്കായുള്ള അന്വേഷണവും ഇന്ത്യ-EU സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ പൂർണ്ണതയിലെത്തുന്നു. ലോക ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെയും ആഗോള GDPയുടെ കാൽഭാഗത്തെയും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര മേഖലയുടെ ഉദയം കേവലം ഒരു വാണിജ്യ കരാർ മാത്രമല്ല, മറിച്ച് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്കുള്ള ആഗോള സാമ്പത്തിക അധികാരത്തിന്റെ നിർണായകമായ ഒരു മാറ്റമാണ്. 2 പതിറ്റാണ്ടുകളായി സ്തംഭനാവസ്ഥയിലായിരുന്ന ഇന്ത്യ-EU വാണിജ്യ ചർച്ചകൾ ആഗോള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. 2026 മാർച്ചിലെ വേൾഡ് എക്കോണമിക് ഫോറം ട്രേഡ് ആർക്കിടെക്ചർ റിപ്പോർട്ട് പ്രകാരം 2 ബില്യൺ ജനങ്ങളെയും ആഗോള GDPയുടെ ഏകദേശം 25% ഉൾക്കൊള്ളുന്ന ഈ കരാർ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് ഔദ്യോഗികമായി രൂപം നൽകി. 2007 ആരംഭിച്ച ചർച്ചകൾ താരിഫ് വ്യവസ്ഥകളിലെയും ബൗദ്ധിക സ്വത്തവകാശ നിയമങ്ങളിലെയും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പലപ്പോഴും നിർത്തിവെക്കപ്പെട്ടിരുന്നു. എന്നാൽ പോസ്റ്റ് പാൻഡമിക് വിപണിയിലെ വിതരണ ശൃംഖലകളുടെ തകർച്ചയും പുതിയ സഖ്യങ്ങളുടെ ആവശ്യകതയും ഈ കരാറിനെ ത്വരിതപ്പെടുത്തി. യൂറോപ്യൻ യൂണിയന്റെ സാങ്കേതിക മൂലധന ശേഷിയും ഇന്ത്യയുടെ മാനുഷിക വിഭവവും വിപണിയും സമന്വയിപ്പിക്കുന്ന ഒരു നിയമപരമായ ചട്ടക്കൂടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കരാർ ഒപ്പിടുന്നതിലേക്ക് നയിച്ചത് കേവലം സാമ്പത്തിക നേട്ടങ്ങളല്ല, മറിച്ച് അമേരിക്കൻ വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒരു സ്ഥിരതയുള്ള പങ്കാളിയായി നിലനിർത്തേണ്ടത് യൂറോപ്പിന്റെ ഭൗമരാഷ്ട്രീയ ആവശ്യകതയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയെ ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി യൂറോപ്പ് നടപ്പിലാക്കുന്ന ഡീറിസ്കിംഗ് നയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ഇന്ത്യ മാറുന്നു. 2026 യൂറോപ്യൻ കമ്മീഷൻ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കുന്നത് ഉയർന്ന താരിഫുകൾ കാരണം യൂറോപ്യൻ കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളിൽ 18% ചൈനയിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. വ്യാപാര യുദ്ധങ്ങളും ചൈനയുടെ ആഭ്യന്തര നയങ്ങളും യൂറോപ്യൻ കമ്പനികളെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ-EU FTA യൂറോപ്യൻ വ്യവസായങ്ങൾക്ക് ഇന്ത്യയിലേക്ക് സുരക്ഷിതമായ മൂലധനം ഒഴുക്കുന്നതിനുള്ള ഒരു നിയമപരമായ ഇടനാഴി നൽകുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഈ കരാർ സഹായിക്കും. മേക്ക് ഇൻ ഇന്ത്യ എന്നതിനപ്പുറം ഡിസൈൻ ഇൻ യൂറോപ്പ്, മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ എന്ന പുതിയ ഒരു ആഗോള ബ്രാൻഡിംഗ് ഘടനയ്ക്കാണ് ഈ കരാർ തുടക്കം കുറിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനി തങ്ങളുടെ നിലവിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയെ പിണക്കാതെ തന്നെ ഇന്ത്യയുമായുള്ള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ലോകബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ടസ് 2026 ഡേറ്റ പ്രകാരം 2025 US-നെ മറികടന്ന് ചൈന ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറി. 2026 ഫെബ്രുവരിയിൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെറ്റ്സ് നടത്തിയ ബീജിംഗ് സന്ദർശനം ഈ സന്തുലിതാവസ്ഥയുടെ വ്യക്തമായ സൂചനയാണ്. ഒരു വശത്ത് ചൈനീസ് വിപണിയിലെ കയറ്റുമതി നിലനിർത്താൻ ജർമ്മനി ആഗ്രഹിക്കുന്നു, മറുവശത്ത് നിർണായക ഘടകങ്ങളുടെ ഇറക്കുമതിക്കായി അവർ ഇന്ത്യ-EU കരാറിനെ ആശ്രയിക്കുന്നു. ജർമ്മനിയുടെ ഈ ഇരട്ടത്താപ്പ് നയം താൽക്കാലികമാണ്. ചൈനീസ് വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ മാറ്റം പൂർണ്ണമാകാൻ കുറഞ്ഞത് 1 ദശാബ്ദമെങ്കിലും എടുക്കും. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ മൂലധന നിക്ഷേപം വർദ്ധിക്കുകയും വ്യാപകമായ കോർപ്പറേറ്റ് ലയനങ്ങൾക്കും ഏറ്റെടുക്കലുകൾക്കും അത് വഴിവെക്കുകയും ചെയ്യും. ഹെർബർട്ട് സ്മിത്ത് ഫ്രീഹിൽസ് ഗ്ലോബൽ M&A റിപ്പോർട്ട് 2026 പ്രകാരം 2026 രണ്ടാം പകുതിയിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ സമർപ്പിക്കപ്പെടുന്ന കോമ്പിനേഷൻ നോട്ടീസുകളിൽ ചരിത്രപരമായ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ കമ്പനികൾ പൂർണ്ണമായും പുതിയ നിർമ്മാണശാലകൾ തുടങ്ങുന്നതിന് പകരം നിലവിലുള്ള ഇന്ത്യൻ കമ്പനികളിൽ ഓഹരികൾ വാങ്ങാനോ അവരെ ഏറ്റെടുക്കാനോ ആണ് സാധ്യത കൂടുതൽ. ഇത് ഇന്ത്യയിലെ റെഗുലേറ്ററി സംവിധാനങ്ങളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. ലൈഫ് സയൻസസ്, ഓട്ടോമൊബൈൽസ് തുടങ്ങിയ മേഖലകളിലാകും ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാവുക. ഇന്ത്യയിലെ ലാർജ് ക്യാപ് കമ്പനികളെക്കാൾ മികച്ച അടിസ്ഥാന സൗകര്യമുള്ള മിഡ് ക്യാപ് നിർമ്മാണ കമ്പനികളായിരിക്കും യൂറോപ്യൻ കോർപ്പറേറ്റുകളുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ ശക്തമായ ഫാർമസ്യൂട്ടിക്കൽ അടിത്തറയും യൂറോപ്പിന്റെ R&D നിക്ഷേപവും സമന്വയിപ്പിച്ച് ആഗോള ആരോഗ്യരംഗത്ത് പുതിയൊരു വിതരണ ശൃംഖല തന്നെ രൂപപ്പെടുന്നുണ്ട്. ഇൻവെസ്റ്റ് ഇന്ത്യ ലൈഫ് സയൻസസ് ട്രാക്കർ 2026 അനുസരിച്ച് കരാർ ഒപ്പിട്ടതിനു ശേഷം ഈ മേഖലയിലേക്കുള്ള യൂറോപ്യൻ നിക്ഷേപ അന്വേഷണങ്ങളിൽ 40% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്പ് ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് വലിയ തോതിൽ മൂലധനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കരാറിലൂടെ പേറ്റന്റ് പ്രക്രിയകൾ എളുപ്പമാകുന്നതോടെ ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് കേവലം ജനറിക് മരുന്നുകളുടെ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങില്ല. കോൺട്രാക്ട് റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് സർവീസസ് രംഗത്ത് വൻകിട യൂറോപ്യൻ ബ്രാൻഡുകളുടെ പ്രധാന പങ്കാളിയായി ഇന്ത്യൻ കമ്പനികൾ മാറും. യൂറോപ്യൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുന്നതിനൊപ്പം EV സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ത്വരിതപ്പെടും.
മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് പ്രകാരം നിശ്ചിത ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം ഉറപ്പാക്കുന്ന യൂറോപ്യൻ കമ്പനികൾക്ക് ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ ഇളവുകൾ ലഭിക്കും. യൂറോപ്യൻ പ്രീമിയം കാർ നിർമ്മാതാക്കൾക്ക് ഉയർന്ന താരിഫില്ലാതെ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ ഈ കരാർ വഴിയൊരുക്കുന്നുണ്ട്. പകരം ബാറ്ററി നിർമ്മാണം, EV ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ അവർ ഇന്ത്യയിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഇത് ഇന്ത്യൻ EV ആവാസ വ്യവസ്ഥയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തും. വില കുറഞ്ഞ ചൈനീസ് EVകളുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള കടന്നുകയറ്റത്തെ തടയാനുള്ള സർക്കാരിന്റെ തന്ത്രപരമായ നീക്കം കൂടിയാണിത്. ജർമ്മൻ ഓട്ടോമൊബൈൽ ഭീമന്മാർ തങ്ങളുടെ സങ്കീർണമായ വാഹന ഘടകങ്ങളുടെ നിർമ്മാണം കൂടുതലായി ഇന്ത്യയിലേക്ക് മാറ്റുന്നു. ഓട്ടോ കമ്പോണന്റ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 2026 വിലയിരുത്തൽ പ്രകാരം കരാറിലെ സീറോ ഡ്യൂട്ടി പ്രവേശനം ഉപയോഗപ്പെടുത്തി യൂറോപ്പിലേക്കുള്ള ഇന്ത്യൻ വാഹന ഘടകങ്ങളുടെ കയറ്റുമതി അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകും. കൃത്യതയും ഉയർന്ന സാങ്കേതിക വിദ്യയും ആവശ്യമുള്ള പ്രിസിഷൻ എഞ്ചിനീയറിംഗ് രംഗത്ത് ഇന്ത്യൻ കമ്പനികൾ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഈ പുതിയ കരാർ പ്രകാരം യൂറോപ്യൻ അസംബ്ലി ലൈനുകളിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിയും. യൂറോപ്യൻ OEMകൾ ഭാവിയിലെ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ ഇന്ത്യൻ വിതരണക്കാരുമായി 10 മുതൽ 15 വർഷം വരെയുള്ള ദീർഘകാല കരാറുകളിൽ ഒപ്പിടാൻ നിർബന്ധിതരാകുന്നു. യൂറോപ്പിലെ കർശനമായ പാരിസ്ഥിതിക നിയമങ്ങൾ കാരണം അവിടെ ചിലവേറിയതായി മാറിയ സ്പെഷ്യാലിറ്റി കെമിക്കൽ നിർമ്മാണം ഇന്ത്യയിലേക്ക് കുടിയേറുന്നുണ്ട്. 2026 ജനുവരിയിലെ യൂറോപ്യൻ കെമിക്കൽ ഏജൻസിയുടെ വ്യവസായ കുടിയേറ്റ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനികളുമായി യൂറോപ്യൻ ബ്രാൻഡുകൾ പുതിയ ജോയിന്റ് വെഞ്ചറുകൾ ആരംഭിക്കുന്നു എന്നാണ്. യൂറോപ്പിലെ ഉൽപ്പാദന ചെലവ് കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ആഗോള ഗുണനിലവാരമുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. സ്പെഷ്യാലിറ്റി പോളിമറുകൾ, കാർഷിക രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ ഈ മാറ്റം പ്രകടമാകും. യൂറോപ്യൻ ഓർഡറുകൾ ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള മൂലധന ചെലവ് ചെറുകിട കമ്പനികൾക്ക് വലിയൊരു വെല്ലുവിളിയായും മാറാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനായി IP നിയമങ്ങളിലും ഡേറ്റാ സുരക്ഷയിലും സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന ഫെബ്രുവരി 2026 ഡേറ്റ കാണിക്കുന്നത് കരാറിന് മുന്നോടിയായി ഇന്ത്യയുടെ പേറ്റന്റ് പ്രോസസ്സിംഗ് സമയം 30% കുറച്ചുവെന്നാണ്. ഉന്നത സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ കർശനമായ IP സുരക്ഷ ആവശ്യമാണ്. പുതിയ കരാർ യൂറോപ്യൻ ഡേറ്റ പ്രൊട്ടക്ഷൻ മാനദണ്ഡങ്ങൾക്ക് സമാനമായ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്നു. IP നിയമങ്ങൾ കർശനമാക്കുന്നത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുമെങ്കിലും വിപണിയിലെ കുത്തകവൽക്കരണത്തിന് അത് കാരണമാകുകയും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നതിനുള്ള ചെലവ് വർദ്ധിക്കുകയും ചെയ്തേക്കാം. അടിസ്ഥാന ഇറക്കുമതി തീരുവകൾ ഇല്ലാതാകുമ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട നോൺ താരിഫ് നിയന്ത്രണങ്ങൾ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. 2026 ലോക വാണിജ്യ സംഘടനയുടെ താരിഫ് പ്രൊഫൈൽ റിപ്പോർട്ട് പ്രകാരം കരാർ നിലവിൽ വരുന്നതോടെ 90% ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് തീരുവ അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇല്ലാതാകും. വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ പരമ്പരാഗത കയറ്റുമതി മേഖലകൾക്ക് താരിഫ് ഇളവുകൾ വലിയ നേട്ടമുണ്ടാക്കും. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ കർശനമായ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി വ്യവസ്ഥകൾ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതിക്ക് ഇപ്പോഴും കടുത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. താരിഫുകൾ ഇല്ലാതാകുന്നത് പ്രകടമായ നേട്ടമാണെങ്കിലും സാങ്കേതികവും പാരിസ്ഥിതികവുമായ പുതിയ നിബന്ധനകൾ വെച്ച് യൂറോപ്പ് തങ്ങളുടെ ആഭ്യന്തര വിപണിയെ ഇപ്പോഴും പരോക്ഷമായി സംരക്ഷിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ യൂറോപ്പിന്റെ നയങ്ങൾ ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുന്നു. 2026 ജനുവരിയിൽ പൂർണ്ണ തോതിൽ പ്രാബല്യത്തിൽ വന്ന യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം മാർഗരേഖകൾ പ്രകാരം ഇരുമ്പ്, ഉരുക്ക്, അലൂമിനിയം തുടങ്ങിയവയുടെ കയറ്റുമതിക്ക് കാർബൺ ടാക്സ് ബാധകമാണ്. ഈ കരാർ നിലവിലുണ്ടെങ്കിലും കാർബൺ ബഹിർഗമനം കൂടുതലുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലെത്തുമ്പോൾ അധിക നികുതി നേരിടേണ്ടി വരും. ഇതൊഴിവാക്കാൻ ഇന്ത്യൻ നിർമ്മാതാക്കൾ ഹരിത ഊർജ്ജത്തിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. ഇന്ത്യൻ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഈ പുതിയ സുസ്ഥിരതാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയോ സാമ്പത്തിക ശേഷിയോ ഇല്ല എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്ന്. യൂറോപ്യൻ വിപണിയിലെ പ്രവേശനം ഉറപ്പാക്കാൻ ഇന്ത്യൻ വ്യവസായങ്ങൾ തങ്ങളുടെ തൊഴിൽ മാനദണ്ഡങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നിരീക്ഷണ പ്രകാരം FTA വ്യവസ്ഥകളുടെ ഭാഗമായി ഇന്ത്യയിലെ കയറ്റുമതി യൂണിറ്റുകളിൽ ലേബർ ഓഡിറ്റുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു. ന്യായമായ വേതനം, തൊഴിലിടങ്ങളിലെ സുരക്ഷ, ലിംഗസമത്വം എന്നിവ ഉറപ്പാക്കാത്ത കമ്പനികൾക്ക് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇന്ത്യൻ അസംഘടിത മേഖലയെ അതിവേഗം ഔദ്യോഗിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനും സഹായിക്കും. സർക്കാരിന്റെ ആഭ്യന്തര നയങ്ങളെക്കാൾ വേഗത്തിൽ വിദേശ വാണിജ്യ കരാറുകൾ ഇന്ത്യയിലെ സാമൂഹിക തൊഴിൽ സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് ഇതിലെ വിരോധാഭാസം. IT, ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിലേക്കുള്ള പ്രവേശനം കൂടുതൽ സുഗമമാകുന്നു. നാസ്കോം 2026 IT മൈഗ്രേഷൻ ഡേറ്റാബേസ് സൂചിപ്പിക്കുന്നത് പുതിയ വിസ ചട്ടങ്ങൾ പ്രകാരം ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലിക്കുള്ള അനുമതി എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനും അപ്പുറം സേവനങ്ങളുടെ കയറ്റുമതിയാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. യോഗ്യതകളുടെ പരസ്പര അംഗീകാരം വഴി ഇന്ത്യൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും യൂറോപ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അമേരിക്കയിലെ H-1B വിസ നിയന്ത്രണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിഭകൾക്ക് യൂറോപ്പ് ഏറ്റവും ആകർഷകമായ പുതിയ ലക്ഷ്യസ്ഥാനം കൂടിയായി മാറുന്നു.
ഈ ചരിത്രപരമായ കരാർ വഴി പാശ്ചാത്യ ലോകത്തിനും വികസ്വര രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രധാന പാലമായി ഇന്ത്യ മാറുന്നു. 2026 Q1 UNTC-AD ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ് മോണിറ്റർ റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേഷ്യയിലേക്കുള്ള മൊത്തം യൂറോപ്യൻ വിദേശ നിക്ഷേപത്തിന്റെ 75% ഇപ്പോൾ ഇന്ത്യയിലേക്കാണ് ഒഴുകുന്നത്. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിലുണ്ടായിരുന്ന മുൻതൂക്കം ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നു. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ മറ്റ് വികസ്വര രാജ്യങ്ങളെ പിന്തള്ളി ആഗോള ഉൽപാദന ശൃംഖലയുടെ കേന്ദ്രമാകാൻ ഇന്ത്യക്ക് കഴിയും. സാമ്പത്തിക നേട്ടത്തിനുമപ്പുറം ആഗോളതലത്തിൽ ചൈനയ്ക്ക് പകരക്കാരനായി ഗ്ലോബൽ സൗത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി സ്വയം അവരോധിക്കാനുള്ള ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ തന്ത്രം കൂടിയാണിത്. കരാറിന്റെ തൽക്ഷണ നേട്ടങ്ങൾക്കുമപ്പുറം അടുത്ത 5 വർഷം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത് ഈ വാണിജ്യ സഖ്യമായിരിക്കും. 2026 IMF വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് പ്രവചിക്കുന്നത് 2030 ഇന്ത്യ EU ഉഭയകക്ഷി വ്യാപാര അളവിൽ 30% വർധനവ് ഉണ്ടാകുമെന്നും ചൈനയെ ആശ്രയിക്കുന്ന യൂറോപ്പിന്റെ വിതരണ ശൃംഖലയുടെ 15% ഇന്ത്യ സ്വന്തമാക്കുമെന്നുമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ലോജിസ്റ്റിക്സ് ചിലവ് കുറയ്ക്കൽ എന്നിവയിലൂടെ മാത്രമേ ഈ കരാറിന്റെ പൂർണ്ണമായ പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കൂ. പോർട്ട് കണക്ടിവിറ്റിയും സ്മാർട്ട് മാനുഫാക്ചറിംഗും വരും വർഷങ്ങളിൽ നിർണായകമാകും. ഈ കരാറിന്റെ അന്തിമ വിജയം നിർണ്ണയിക്കുന്നത് നയങ്ങളോ നിയമങ്ങളോ അല്ല, മറിച്ച് അടുത്ത 48 മാസത്തിനുള്ളിൽ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കപ്പെടുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചായിരിക്കും.